ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നതാണ് ഇറാന്റെ ഔപചാരിക നിലപാട്. പക്ഷേ അത് അൺകണ്ടീഷണൽ ടോക്ക് അല്ല, കണ്ടീഷണൽ ആണ്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായി നടക്കുന്ന ആക്രമണം നിർത്തിവെച്ചാൽ മാത്രമേ ചർച്ചയ്ക്കുള്ള അന്തരീക്ഷം ഒരുങ്ങൂ എന്നതാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണം. ഇറാനോടൊപ്പം ഇപ്പോൾ ശക്തമായി നിലകൊള്ളാൻ റഷ്യയും ചൈനയും രംഗത്ത് വരുന്നു. സൈനികമായിട്ടല്ല എങ്കിൽ പോലും നയതന്ത്രപരമായി ചൈനയുടെയും റഷ്യയുടെയും ബാക്കിംഗ് കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ വാക്കുകളിലൂടെ പ്രസ്താവനകളിലൂടെ വന്ന സ്ഥിതിക്ക് ഇറാൻ കുറച്ചുകൂടി ബോൾഡായി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രീതി കാണുന്നു. കഴിഞ്ഞ 2 ദിവസം മുൻപ് വരെ ഏതാണ്ട് പൂർണ്ണമായി ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ അമേരിക്കയും ഇസ്രായേലിന്റെയും പദ്ധതികൾ ഇറാന്റെ മേൽ വിജയിക്കുന്നു എന്ന പ്രതീതിയാണ് ജനിച്ചത്. പക്ഷെ ഇപ്പോൾ നയതന്ത്രത്തിനൊരു സ്പേസ് ഉണ്ട് എന്ന് അമേരിക്ക പറയുന്നു. അത് അമേരിക്കയുടെ ആവശ്യം കൂടിയാണ്. ഇപ്പോൾ ഏതാണ്ട് 14 ദിവസം 2 ആഴ്ച സമയം ഡൊണാൾഡ് ട്രംപ് ചോദിച്ചിരിക്കുകയാണ്. അമേരിക്ക ഒരു പക്ഷേ രംഗത്ത് വന്നേക്കാം ഇസ്രായേലിന് അനുകൂലമായി, പക്ഷേ ഉടനെ ഇല്ല. ഒരു 2 ആഴ്ച സമയം ചിന്തകൾക്കായി നയതന്ത്രത്തിനായി മാറ്റിവെക്കുന്നു. അതിന് അമേരിക്ക നേരിട്ട് ഒരുപക്ഷെ നയതന്ത്രത്തിൽ ഇടപെടാതെ യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് വിദേശകാര്യ മന്ത്രാലയ തലത്തിൽ ഫ്രഞ്ച്, ബ്രിട്ടീഷ്, ജർമ്മൻ വിദേശകാര്യമന്ത്രിമാരും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും തമ്മിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകൾ, ജനീവയിൽ വെച്ച് നടന്ന ചർച്ചകൾ, അത് പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തിയില്ല. അവിടെയും ഇതേ കണ്ടീഷൻസ് ഇറാൻ ആവർത്തിക്കുന്നത് കണ്ടു. ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് നിർത്തിവെച്ചാലല്ലാതെ ചർച്ചയില്ല എന്ന നിലപാടാണ്. പക്ഷെ ചർച്ചയുടെ കണ്ടന്റും വളരെ പ്രധാനമാണ്. എന്താണ് ചർച്ച ചെയ്യാനുള്ളത്? അമേരിക്കയുമായി 5 റൗണ്ട് ചർച്ച ചെയ്തപ്പോഴും അതിന്റെ കണ്ടന്റ്, അതിന്റെ അജണ്ടയിൽ ആയിരുന്നു വിഷയം. അതായത് ആണവ സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തിവെക്കണം, ആണവ പദ്ധതിയിൽ നിന്നും ഇറാൻ പൂർണ്ണമായി പിൻവാങ്ങണം എന്ന നിലപാട് അമേരിക്ക എടുത്തപ്പോൾ ആണവ സമ്പുഷ്ടീകരണം തങ്ങൾ തുടരും, എന്നാൽ വെപ്പണൈസേഷനിലേക്ക് നീങ്ങില്ല എന്ന ചരിത്രപരമായ നിലപാടാണ് ഇറാൻ സ്വീകരിച്ചത്. ആ നിലപാടിന് അനുരൂപമായ രീതിയിൽ ഇറാൻ ചൂണ്ടിക്കാട്ടുന്നത് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി IAEA യുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു ഇൻസ്പെക്ഷനിലും ഇറാൻ ആണവായുധങ്ങൾ ഉണ്ട് എന്നോ ആണവായുധ കപ്പാസിറ്റിയിൽ എത്തി നിൽക്കുന്നു എന്നോ പറഞ്ഞിട്ടില്ല. അത് IAEA ഭാഗത്തു നിന്ന് വന്ന പ്രസ്താവനകൾ അതിന് തെളിവായി ഇറാൻ ചൂണ്ടിക്കാട്ടുന്നു. അത് പക്ഷേ അതേസമയം തന്നെ IAEA മറ്റൊരു പ്രസ്താവനയുണ്ട്. കഴിഞ്ഞ ആഴ്ച വന്ന ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതിന് തൊട്ട് തലേ ദിവസം വന്ന പ്രസ്താവനയിൽ NPT പ്രോട്ടോകോളുകൾ പൂർണ്ണമായി ഇറാൻ അംഗീകരിക്കുന്നില്ല എന്ന ഒരു പരിഭവം IAEA ഒഫീഷ്യൽസ് പറയുകയുണ്ടായി. NPT പ്രോട്ടോകോൾ അനുസരിച്ച് നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി, ന്യൂക്ലിയർ ആണവ നിർവ്യാപന കരാറാണ്. അതിലെ സിഗ്നറ്ററിയാണ് ഇറാൻ. അതിൽ സൈൻ ചെയ്ത രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആണവ നിലയങ്ങൾ പൂർണ്ണമായി ഇൻസ്പെക്ഷന് വിധേയമാണ്. അതുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ സ്വീകരിക്കാൻ IAEAക്ക് അനുവാദമുണ്ട് അതത് രാജ്യങ്ങളിൽ. അതിന് ഇറാൻ പൂർണ്ണമായി തങ്ങളുടെ ആണവ ഫെസിലിറ്റീസ് ഇൻസ്പെക്ഷന് വേണ്ടി തുറന്നു കൊടുക്കുന്നില്ല എന്നൊരു പരിഭവമുണ്ട്. പക്ഷേ ഇറാന്റെ ആണവ ആയുധ കപ്പാസിറ്റി ഉണ്ട് എന്ന് ഒരു രീതിയിലും സ്ഥിരീകരണമില്ല. പക്ഷേ ഇതെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോഴും ലോജിക് എന്നൊരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നത്? ഇറാന് വൈദ്യുതിയുടെ വലിയ ആവശ്യമില്ല. കാരണം ആവശ്യത്തിലധികം ക്രൂഡ് ഓയിൽ ലഭ്യതയുള്ള രാജ്യമാണ് ഇറാൻ. സ്വന്തം ആവശ്യത്തിനുള്ള വൈദ്യുതി ക്രൂഡ് ഓയിൽ റൂട്ടിലൂടെ, തെർമൽ പവർ പ്ലാന്റിലൂടെ സംഭരിക്കാനാവും ഇറാൻ. പിന്നെ എന്തിനാണ് ആണവമായി നീങ്ങുന്നത്? അങ്ങനെയെങ്കിൽ ഒരൊറ്റ ഉത്തരം തന്നെ ഉള്ളൂ, ന്യൂക്ലിയർ ഡിറ്ററൻസ്, ആണവമായി പ്രതിരോധമൊരുക്കുക. ഒരു ആണവ രാജ്യമായതുകൊണ്ട് മാത്രമാണ് ഇസ്രായേലിന് ഈ ഹോസ്റ്റൈൽ എനിമീസിന് മധ്യേ നിൽക്കാനാവുന്നത് എന്നതുപോലെ ഒരു ആണവ രാജ്യമായി ഇറാൻ മാറിക്കഴിഞ്ഞാൽ, ആണവ ആയുധങ്ങളുള്ള രാജ്യമായി ഇറാൻ മാറിക്കഴിഞ്ഞാൽ ഇറാന്റെ ദേശീയ സുരക്ഷയ്ക്ക് അതൊരു വലിയ മുതൽക്കൂട്ടാകും എന്ന ഇറാന്റെ ഒരു നിഗമനം. പക്ഷെ അത് തെളിയിക്കാൻ തക്ക സ്ഥിതിവിവരക്കണക്കുകൾ ഒന്നും തന്നെ ലഭ്യമല്ല. അതുകൊണ്ടാണ് ഈ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അമേരിക്ക ഏകപക്ഷീയമായി ഇറാനെ ആക്രമിച്ചാൽ, അതായത് ഇസ്രായേലിനോടൊപ്പം ചേർന്നുകൊണ്ട് മറ്റ് നെയ്റ്റോ പങ്കാളികളുടെ സാന്നിധ്യമില്ലാതെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ വലിയ രീതിയിൽ ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ ഉപയോഗിച്ച് ഫർദോ ആണവ നിലയത്തിൽ ഉൾപ്പെടെ ആക്രമണം നടത്തിയാൽ ഇന്റർനാഷണൽ പ്രോട്ടോകോളുകളുടെ വലിയ ലംഘനമായിരിക്കും. ഇവൻ നഥാൻസിലും ഫർദോയിലും അതുപോലെ മറ്റ് ആണവ നിലയങ്ങളെല്ലാം ഭൂഗർഭ ആണവ നിലയങ്ങളാണ്. അത് ഏറെ മീറ്ററുകൾ താഴെ, 60-70 അടി താഴെയുള്ള ആണവ നിലയങ്ങൾ അല്ലെങ്കിൽ ആണവ ഖനജല സമ്പുഷ്ട മാർഗങ്ങൾ, ഇവിടെ എല്ലാം ആക്രമണം വരികയാണെങ്കിൽ
വികിരണത്തിന്റെ തോത് വളരെ കൂടും. അത് ഇറാന്റെ വെളിയിലേക്ക് വികിരണത്തിന്റെ തോത് പോകാൻ സാധ്യതയുള്ളതായി ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നു. അപ്പൊ ലോക മനസാക്ഷി അങ്ങനെയുള്ള ആണവ നിലയങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തിലേക്ക് തിരിയുകയും മുൻകാലങ്ങളിൽ അമേരിക്കയ്ക്ക് മുഖം നഷ്ടപ്പെട്ട ഒരു സംഭവമുണ്ട്. അതായത് ഇറാഖിൽ സദ്ദാം ഹുസൈൻ ആണവായുധങ്ങളും ജൈവായുധങ്ങളും രാസ ആയുധങ്ങളും നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറാഖിനെ ആക്രമിക്കുകയും സദ്ദാം ഹുസൈനെ വധിക്കുകയും ഒക്കെ ചെയ്ത കാര്യം ഓർമ്മയുണ്ട്, ലോകത്തിന്റെ ഓർമ്മയുണ്ട്. അപ്പൊ എവിടെയെല്ലാം ഭരണമാറ്റം അല്ലെങ്കിൽ റെജീം ചേഞ്ച് ആവശ്യമോ അവിടെയെല്ലാം എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരണം നടക്കുന്നു എന്ന എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം, സുരക്ഷാ ഭീഷണി പറഞ്ഞുകൊണ്ട് ആക്രമണം നടത്താനുള്ള അമേരിക്കയുടെ ഒരു പ്രൊട്ടക്സ്റ്റ്, അതിനെതിരെ ലോക മനസാക്ഷി ഉയർന്നാൽ അത് അമേരിക്കയ്ക്ക് ഒരു നഷ്ടക്കച്ചവടമായിരിക്കും എന്ന ഒരു നിഗമനം. രണ്ട്, അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഈ 14 ദിവസം സമയം വൈകിപ്പിക്കുന്നു തീരുമാനമെടുക്കാൻ, അല്ലെങ്കിൽ ആക്രമണത്തിലേക്ക് വരികയോ വരാതിരിക്കുകയോ ചെയ്യുമെന്ന പ്രഖ്യാപനം അതിനുശേഷമേ ഉണ്ടാകൂ എന്നാണ് പറയുന്നത്. അതിനുള്ള കാരണമായി പറയുന്നത് അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഈ ട്രംപിന്റെ ഒരു ക്യാമ്പുണ്ട്, മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മാഗ. ഇതൊരു വലിയ മൂവ്മെന്റ് ആണ്. അത് ട്രംപിനെ പിന്തുണയ്ക്കുന്നവർ മാത്രമല്ല, അമേരിക്ക അനാവശ്യമായി വിദേശത്ത് പണം ചെലവഴിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, വലിയൊരു വിഭാഗമുണ്ട്. അവരുടെ എല്ലാം ഒരു ആശയമാവിഷ്കാരവുമാണ് ഡൊണാൾഡ് ട്രംപിലൂടെ പുറത്തു വരുന്നത്. അവരുടെ ഒരു അഭിപ്രായം സർവേ കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. അവിടെ ട്രംപിന്റെ ഒരു വാദഗതി, ഇറാനിൽ ഇടപെടണം, അമേരിക്കൻ സൈന്യത്തെ അയച്ചുകൊണ്ട് ഇറാനിൽ ഇടപെടണം എന്ന ഒരു നിഗമനത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നില്ല. അത് അനുകൂലമായി അമേരിക്കയ്ക്കുള്ളിലെ തന്റെ തന്നെ ലോബിയുടെ പൊതു അഭിപ്രായം തനിക്ക് അനുകൂലമായി, താൻ ഉദ്ദേശിക്കുന്നതിന് അനുകൂലമായി നിൽക്കാതെ ട്രംപിനെ എടുത്തടിച്ചതുപോലെ ഇടപെടാനാവില്ല. അതൊരു കാര്യം. രണ്ട്, അമേരിക്കയിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ, സെനറ്റ് ഇലക്ഷൻ ഉൾപ്പെടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുള്ള തിരിച്ചടികൾ, ട്രംപിന്റെ ബെല്ലും ബ്രേക്കും ഇല്ലാതെയുള്ള പോക്കിൽ റിപ്പബ്ലിക്കന്മാർ പോലും പലരും അസംതൃപ്തരാണ്. അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ ഒരു തിരിച്ചടി നേരിട്ടാൽ ഇപ്പോൾ നിലവിലുള്ള സുഖകരമായ ഒരു അന്തരീക്ഷം, അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് സെനറ്റിലും ഹൗസ് റെപ്രസെന്റേറ്റീവിലും, അതായത് കോൺഗ്രസിന്റെ 2 മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. അത് വെക്വർത്തിൻ മാർജിൻ ആണെങ്കിൽ പോലും ഭൂരിപക്ഷം തന്നെയാണ്. അതുകൊണ്ട് പ്രസിഡന്റിന്റെ ഒരു തീരുമാനമെടുത്താൽ അതനുസരിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള അന്തരീക്ഷമുണ്ട്. പക്ഷേ ഇനിയൊരു തിരഞ്ഞെടുപ്പ് വരികയും ഈ ഒരു കാര്യം, ട്രംപിന്റെ യുദ്ധങ്ങൾ, ആഗോളതലത്തിലെ ഇടപെടലുകൾ ഒരുപക്ഷെ കോൺഗ്രസ് അംഗീകരിക്കാതെ വരികയും അല്ല എങ്കിൽ കുറെ കോൺഗ്രസ് അംഗങ്ങളെങ്കിലും തിരിഞ്ഞു നിൽക്കുകയും പിന്നീടുള്ള തിരഞ്ഞെടുപ്പുകളിൽ തോൽവി വരികയും ചെയ്യും. അത്തരം ഒരു സാഹചര്യം നിൽക്കുമ്പോഴാണ് ട്രംപ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രസ്താവനകൾ കൂടി നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇറാനെ നിരുപാധികം കീഴടങ്ങണമെന്ന് പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞു. അതിനുശേഷം 2 ആഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന്. പക്ഷേ കഴിഞ്ഞ ദിവസം അതേസമയം നമ്മൾ ഈ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കാത്തിരിക്കുമ്പോഴാണ് US-ന്റെ സഹായമില്ലാതെ ഇറാനെ തൊടാൻ ഉള്ള കാപ്പബിലിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി ഇസ്രയേലിന് ഇല്ല എന്നൊരു പ്രസ്താവന ട്രംപിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ട്രംപിന്റെ ഇത്തരം പ്രസ്താവനകൾ അത് കൂടുതൽ ദോഷം ചെയ്യില്ലേ? ട്രംപിന്റെ ഒരു രീതികൾ അത് ഇപ്പോൾ ലോകത്തിന് വളരെ പരിചിതമാണ്. ഒരു കാര്യം കയറ്റി പറഞ്ഞു വെക്കുക, എന്നിട്ട് അതിൽ നിന്നും പടിയിറക്കം നടത്തുക. ടാരിഫിന്റെ കാര്യത്തിൽ അത് ലോകം കണ്ടതാണ്. അതുകൊണ്ട് ട്രംപ് എന്ത് പറയുന്നു എന്നതല്ല, യഥാർത്ഥത്തിൽ അമേരിക്ക എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് തന്നെയാണ് ഇവിടെ കാതലായ വിഷയം. ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം മുൻകൂട്ടി അങ്ങ് പറഞ്ഞു വയ്ക്കും, അത് നടക്കുന്നതാണെങ്കിൽ. മുൻ പ്രസിഡന്റുമാരൊന്നും അങ്ങനെയല്ല, പൊളിറ്റിക്കലി കറക്റ്റ് വാക്കുകളാണ് പൊതുവെ അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ട്രംപിന് അങ്ങനെയല്ല, വാക്കുകളിൽ മിതത്വം പാലിക്കാത്ത, ഏതാണ്ട് എല്ലാത്തിന്റെയും ക്രെഡിറ്റ് എടുക്കുന്ന, പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും ഒരു ഡീൽ എന്ന രീതിയിൽ, ഒരു ടിപ്പിക്കൽ കച്ചവടക്കാരുടെ മനോഭാവമാണ്. ലോകത്തുള്ള അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളെ ഉൾപ്പെടെ എല്ലാം തന്നെ ഡീൽ 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 ആ വാക്കാണ് മുന്നിട്ട് നിൽക്കുന്നത്. എന്തും ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ നീക്കാം. ഇതൊരു പ്രത്യയശാസ്ത്രപരമായ വിഷയമാണ്, സിവിലൈസേഷണൽ കോൺഫ്ലിക്റ്റ് ആണ്. ഇത് വൈകാരികമായ ഒരു അനുഭവമാണ്. ഒരു ഡീലിന്, ഒരു പക്ഷെ ഒരു രാജ്യം ഒരു ഡീലിന്, ഇറാൻ എന്ന രാജ്യം ഒരു ഡീലിന് തയ്യാറാകണം എങ്കിൽ നിരവധി ഫാക്ടേഴ്സ് ഉണ്ട്. അത് ട്രേഡ് മാത്രം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ മാത്രം കാണിച്ചുകൊണ്ട് ഒരുപക്ഷെ ഡീല് നടത്താൻ ആവില്ല. ഒരുപാട് മറ്റ് കാര്യങ്ങളുണ്ട്, മനോഭാവമുണ്ട്. ഇറാനെ കുറിച്ചുള്ള ട്രംപിന്റെ അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളമാണ് എന്നതും ചിന്തനീയമായ കാര്യമാണ്. ഇറാൻ ഡീപ്ലി എൻട്രച്ച്ഡ് ആണ്. ഒരു സിവിലൈസേഷണൽ ഒരു ടച്ചിലാണ് ഇറാന്റെ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാന്റെ പൊളിറ്റിക്കൽ DNA-യിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. സോഷ്യോ കൾച്ചറൽ ഒരു ഫ്രെയിമിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ആ മാറ്റങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിൽ പ്രതിഫലിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. ഇറാൻ റിപ്പബ്ലിക്കൻ ഗാർഡ്, റവല്യൂഷണറി ഗാർഡ്, IRGC, അതൊക്കെ വ്യക്തമായ ഒരു എലീറ്റ് സൈനിക വിഭാഗങ്ങളാണ്. മൂന്ന് സേനകൾക്ക് ഉപരിയായ
ഈ മത നേതൃത്വത്തോട് വ്യക്തമായി കൂറ് പുലർത്തുന്ന സംവിധാനമാണ്. അതുപോലെ ഒരു നേതൃത്വം അവസാനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത നേതൃത്വത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ തക്ക ഒരു ഇന്റേണൽ റെസിലിയൻസ് ഫാക്ടർ ഇറാനിൽ വർക്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് വലിയ രീതിയിൽ ഈ മിലിറ്ററി ജനറൽമാരെ എല്ലാം ഇസ്രായേലിന് വധിക്കാൻ കഴിഞ്ഞുവെങ്കിലും നൊടിയിടയിൽ തന്നെ മറ്റ് റീപ്ലേസ്മെന്റ് വരികയും അവർ കാര്യങ്ങൾ ടേക്ക് ഓവർ ചെയ്യുകയും ചെയ്യുന്നു. ആയത്തുള്ള അലി ഖുമൈനി എന്ന വ്യക്തിയെ വധിക്കാനായാൽ പോലും ഒരുപക്ഷെ ബാക്കി ഒരു റീപ്ലേസ്മെന്റ് ഉണ്ടാകും. അതുകൊണ്ട് ഇറാനെ അൺസിറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ഒരു കരയുദ്ധത്തിനുള്ള സ്കോപ്പ് അവിടെ ഇല്ലതാനും. ഇറാൻ പോലെ വലിയൊരു രാജ്യം, ഭൂമിശാസ്ത്രപരമായ ഏറെ പ്രത്യേകതയുള്ള രാജ്യം, തെക്ക് പേർഷ്യൻ ഉൾക്കടലും വടക്ക് കാസ്പിയൻ സീയും അടങ്ങുന്ന ഒരു പ്രത്യേക ഭൂപ്രദേശം, അത് ഇറാഖിലെ സദ്ദാം ഹുസൈനെ ആത്യന്തികമായി ഏറിയൽ ആക്രമണത്തിലൂടെ ദുർബലപ്പെടുത്തുകയും എന്നിട്ട് കരയാക്രമണത്തിലൂടെ കാര്യങ്ങൾ പിടിച്ചെടുക്കുകയും പുതിയ ഭരണകൂടം സ്ഥാപിക്കുകയും ചെയ്തതുപോലെ ലഘുവായ ഒരു കാര്യമായി ആവില്ല എന്ന കാര്യം അത് പൂർണ്ണമായി ട്രംപിന് തിരിച്ചറിവില്ലാതെ പോയി. അതുകൊണ്ട് അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് നഷ്ടങ്ങളിൽ കലാശിക്കും എന്ന ഒരു ഏർലി സൂചന ലഭിച്ചത് കൊണ്ട് കൂടിയാണ് ട്രംപിന്റെ ഉപദേശകർ ട്രംപിനോട് പറഞ്ഞത് ഒരുപക്ഷെ ഇപ്പോൾ വേണ്ട 2 ആഴ്ച സമയം കൊണ്ട് കാര്യങ്ങൾ കലങ്ങി തെളിയും, അതുവരെ ഇസ്രായേൽ പൂർണ്ണമായി തകരാതെ നോക്കണം. അതുകൊണ്ട് റീപ്ലിനിഷിംഗ് ഒരുപക്ഷെ ആയുധങ്ങൾ, ആരോ അല്ലെങ്കിൽ ഡിഫൻസ് സിസ്റ്റം, ഗ്രേവിറ്റ്ലിംഗ്, അയൺ ഡോം മുതലായവയിൽ ഉള്ള മിസൈലുകൾ, വ്യോമ പ്രതിരോധ മിസൈലുകളുടെ ശേഖരം കുറയുമ്പോൾ കൂടുതൽ മിസൈലുകൾ അയച്ചു കൊടുത്തുകൊണ്ട് അമേരിക്ക ഒരുപക്ഷെ ഇസ്രായേലിനെ താങ്ങി നിർത്താനുള്ള സാധ്യതയുണ്ട്. ഇസ്രായേൽ പൂർണ്ണമായി പരാജയപ്പെടുത്താൻ ഒരു കാരണവശാലും അമേരിക്ക സമ്മതിക്കില്ല എന്നുറപ്പാണ്. പക്ഷെ അമേരിക്ക നേരിട്ട് രംഗത്ത് വരുന്ന ഒരവസരം ടോട്ടലി ഡിഫറൻറ്റ് ഒരു പാരഡൈമാണ്. മറ്റ് രാജ്യങ്ങൾ, ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്തേക്ക് വരുന്ന അന്തരീക്ഷം ഈ ഘട്ടത്തിൽ അമേരിക്കയും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു മെല്ലപ്പോക്ക് നയം, ട്രംപ് തന്നെ കാര്യങ്ങൾ മാറ്റി മാറ്റി പറയുന്നതിന്റെ അടിസ്ഥാനം ഒന്നുകിൽ ട്രംപിന് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്, മനസ്സിൽ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് സങ്കീർണമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നയതന്ത്രത്തിന് ഒരു ഇടം കൊടുക്കുക എന്നതാണ് ഇപ്പോൾ പൊതുവെയുള്ള ചിന്ത. അതെ, ഒപ്പം തന്നെ ഇന്ത്യയുടെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് ഇന്ത്യയെ മേലൊരു സമ്മർദ്ദം, ഇസ്രായേലിന് മേലൊരു സമ്മർദ്ദം ചെലുത്തണമെന്ന് ഇറാൻ ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു? എന്തുകൊണ്ടായിരിക്കും? മാത്രമല്ല, ഓപ്പറേഷൻ സിന്ധുവിന്റെ ദൗത്യം ആരംഭിച്ചതിന് പിന്നാലെ ഇറാൻ വ്യോമപാതയൊക്കെ തുറന്നു കൊടുത്തൊരു സഹകരണ മനോഭാവം ഇന്ത്യയോട് കാണിക്കുന്നുണ്ട്. ഇന്ത്യക്ക് ഇതിലുള്ളൊരു റോൾ എന്താണ്? ഇന്ത്യക്ക് തീർച്ചയായും നിഷ്പക്ഷത ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഇസ്രായേലിനോട് അടുത്ത് നിൽക്കുമ്പോഴും അത് വൈകി വന്ന ഒരു ബന്ധമാണ്. മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. ജൂതരാഷ്ട്രത്തിന്റെ ഫോർമേഷന് ശേഷം ഏറെക്കാലം ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ വലിയ അകലം തന്നെ പാലിച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞ ഒരു ദശകമായി, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 2-3 ദശകങ്ങളായി മാത്രമാണ് ഒരു വാംത്ത് കാണാനായത്. പ്രത്യേകിച്ച് കാർഗിൽ യുദ്ധം, 1999 കാർഗിൽ യുദ്ധത്തിൽ ഇസ്രായേലിൽ നിന്ന് ലഭിച്ച ചില സഹകരണങ്ങൾ, ഇന്റലിജൻസ് ഷെയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യയെ മാറി ചിന്തിപ്പിച്ചു. അതിനുശേഷം ഘട്ടം ഘട്ടമായി ഇസ്രായേലുമായ ബന്ധം മെച്ചപ്പെടുകയും അത് ചെറിയ രീതിയിലുള്ള സൈനിക സഹകരണത്തിലേക്കും സാങ്കേതിക വിദ്യ സഹകരണത്തിലേക്കും നീങ്ങി. പക്ഷെ ഇറാനുമായുള്ള ബന്ധം പൂർണ്ണമായി നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ, ചരിത്രപരമായ ബന്ധം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ഇന്ത്യ എക്കാലത്തും ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇസ്രായേലുമായി അടുക്കുമ്പോഴും ചബഹാർ തുറമുഖമുള്ള ഉൾപ്പെടെയുള്ള ഇടങ്ങൾ വികസിപ്പിക്കാൻ ഇന്ത്യയുടെ വലിയ സഹായം, സാങ്കേതികവും സാമ്പത്തികവുമായ സഹായം ചെയ്തു എന്നത് വിസ്മരിക്കാനാവില്ല. അത് മാത്രമല്ല, ഇന്ത്യ വലിയ തോതിലാണ് ഇറാനിൽ നിന്നും എണ്ണ വാങ്ങിയിരുന്നത്. പക്ഷെ ഉപരോധം കാരണം 2019 മുതൽ എണ്ണ വാങ്ങൽ ഘട്ടം ഘട്ടമായി കുറയ്ക്കേണ്ടി വന്നു എന്നതും ഒരു പ്രത്യേകത കാര്യമാണ്. ഇപ്പോൾ ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയുമായി കലാകാലങ്ങളിലുള്ള ദീർഘകാലമായിട്ടുള്ള ഒരു സിവിലൈസേഷണൽ കണക്ട് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഇന്ത്യക്ക് ഇസ്രായേലുമായിട്ടുള്ള അടുപ്പം കൂടെ ഉദ്ദേശിച്ചുകൊണ്ട് ഇസ്രായേലിനോട് സംയമനം പാലിക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെടണമെന്ന് ഇറാന്റെ ഭാഗത്തു നിന്നൊരു അഭ്യർത്ഥന വന്നു. അത് മാത്രമല്ല, ഇന്ത്യക്ക് ഏകരാജ്യം ഇറാനിൽ നിന്നും കാര്യങ്ങളെ, വ്യക്തികളെ, പൗരന്മാരെ ഒഴിപ്പിച്ചുകൊണ്ട് പോകുന്നതിൽ വ്യോമപാത തുറന്നുകൊടുത്ത, യുദ്ധത്തിനിടയിലും വ്യോമപാത തുറന്നുകൊടുത്ത സുഗമമായ നീക്കം നടത്താൻ സഹായിച്ചത് ഇറാനാണെന്ന് ഓർക്കണം. അതുകൊണ്ട് ഇന്ത്യയോട് ശത്രുതാപരമായ ഒരു മനോഭാവമല്ല ഇറാൻ സ്വീകരിച്ചത് എന്നത് നിഷ്തർക്കം പറയാൻ സാധിക്കും. കാരണം കൺവേർജൻസ് ഓഫ് സ്ട്രാറ്റജിക് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ ഇറാൻ ആൻഡ് ഇന്ത്യ. അത് മാത്രമല്ല, പാകിസ്ഥാനുമായി ഇറാൻ അത്ര നല്ല ബന്ധത്തിലല്ല എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള ഭീകരാക്രമണങ്ങളും ഒക്കെ നടത്തുമ്പോൾ ഇറാനെ സൗഹൃദ രാജ്യവുമായി നിലനിർത്തേണ്ടത് സ്ട്രാറ്റജിക്കലി ഇന്ത്യയുടെ കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് ഇറാനെ പൂർണ്ണമായി കൈവിടുന്ന ഒരു നിലപാട് ഇന്ത്യ സ്വീകരിക്കില്ല. അമേരിക്കയുടെ താല്പര്യപ്രകാരം മാത്രം ഇറാനെ ഒറ്റപ്പെടുത്താൻ
ഇന്ത്യ ശ്രമിക്കില്ല എന്ന് തന്നെയാണ് പൊതുവെ ഉള്ള നിഗമനം. കാരണം അമേരിക്കയുടെ നിലപാടുകൾ കച്ചവട അധിഷ്ഠിതമാണ്, അടിക്കടി മാറി മാറി വരുന്നതാണ്. അസിം മുനീർ എന്ന പാകിസ്ഥാൻ മിലിറ്ററി ജനറലിനെ ഉച്ചയോട് ഒരുക്കുന്ന ഘട്ടം വരെ എത്തിയിരിക്കുന്നു അമേരിക്ക. അതുകൊണ്ട് അമേരിക്കയുടെ ഒരു പിന്തുണയും സഹകരണവും ഒക്കെ ഇന്ത്യക്ക് പൂർണ്ണമായി എപ്പോഴും പ്രതീക്ഷിക്കാനാവില്ല. പ്യോർലി ഒരു ബിസിനസ് ടേംസിൽ മാത്രമേ അമേരിക്ക ഇത് കാണും. അതുകൊണ്ട് എക്കാലത്തെയും ചങ്ങാതിയായിരുന്ന ഇറാന് ഒരു അന്തരാള ഘട്ടം വരുമ്പോൾ പൂർണ്ണമായി കൈയൊഴിയാനോ ഇറാൻ വിരുദ്ധ ചേരിയിൽ നിലനിൽക്കാനോ ഇന്ത്യ താല്പര്യപ്പെടില്ല എന്ന് നിസ്തർക്കമാണ്. അതുകൊണ്ട് ക്രൈസിസ് മാനേജ്മെന്റിന് ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് ഇന്ത്യക്കാണ്. ഇന്ത്യയുടെ വാക്കുകൾ നിഷ്പക്ഷമായി ഇരു രാജ്യങ്ങളും ഇസ്രയേലും ഇറാനും എടുക്കും എന്ന പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇന്ത്യക്ക് ഔപചാരികമായ ഒരു നയമുണ്ട്, ബൈലാറ്ററലിസം. അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തർക്കമുണ്ടെങ്കിൽ അവർ തമ്മിൽ ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ പരിഹരിക്കണം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കാശ്മീർ വിഷയവും ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ പരിഹരിക്കണം. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വിഷയവും ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ പരിഹരിക്കണം എന്ന നിലപാടിന് വിരുദ്ധമായിരിക്കും ഇന്ത്യ മധ്യസ്ഥത വഹിച്ചാൽ. അതുകൊണ്ട് ഇന്ത്യ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാവും എന്ന പ്രതീക്ഷയില്ല. പക്ഷേ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സമാധാനത്തിന്റെ പാതയിൽ ചർച്ചകൾ നടത്തി വിഷയം പരിഹരിക്കണമെന്നും തേർഡ് പാർട്ടി ഇന്റർവെൻഷൻ ഉണ്ടാകരുത് എന്നും എല്ലാം ഉള്ള തീരുമാനമുണ്ട്. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ ഉൾപ്പെടെ പ്രമേയങ്ങൾ വോട്ടിടുമ്പോൾ ഇന്ത്യ വേറിട്ട് നിൽക്കുന്നത്. ഒരു മധ്യസ്ഥന്റെ ആവശ്യം അവിടെ ഇല്ല എന്നതുകൊണ്ടാണ്. കഴിഞ്ഞ ആഴ്ച ഷാങ്ഹായ് കോഓപ്പറേഷൻ കൗൺസിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെയും ഇന്ത്യ ആ നിലപാടാണ്. അവിടുത്തെ വോട്ടെടുപ്പിൽ നിന്നും ഇന്ത്യ വിട്ടുനിന്നു. അതുകൊണ്ട് ഏതെങ്കിലും രാജ്യത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ മറ്റൊരു രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടോ ഉള്ള ഒരു പ്രസ്താവനയിലും ഇന്ത്യ നാളിതുവരെ ഒപ്പിട്ടിട്ടില്ല. ആ നിലപാട്, ആ പൂർണ്ണമായ നിഷ്പക്ഷ നിലപാട് ഇന്ത്യ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നു എന്നതാണ് ഇറാൻ പ്രതീക്ഷയോടുകൂടി ഇന്ത്യ നോക്കാനുള്ള കാരണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.